കേരളത്തിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കേരളത്തിന് സാധിച്ചു എന്ന് മാത്രവുമല്ല, ഈ വിഷയത്തിൽ വീണ്ടും ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് സുപ്രീം കോടതി പറയുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 13,608 കോടി രൂപ കേരളത്തിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്, അത് കേരളത്തിന് നൽകാം എന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ പറയുമ്പോൾ നേരത്തെ ഇതൊരു ഉപാധിയായിട്ട് കേന്ദ്രം മുന്നോട്ട് വെച്ചിരുന്നതാണ്. എങ്ങനെ? കേരളം ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ കേസുമായി പോയിരിക്കുന്ന ഹർജി പിൻവലിച്ചാൽ 13,608 കോടി രൂപ കേരളത്തിന് നൽകാനുള്ളത് നൽകാം എന്നത് ഉപാധിയാണെങ്കിൽ, ഇന്നതൊരു ഉപാധിയല്ല. ഇതിപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തന്നെ കേന്ദ്രം അത് നൽകാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ ഘട്ടത്തിലും സുപ്രീം കോടതിയിൽ ഈ കേന്ദ്രത്തിന് ആദ്യത്തെ നിലപാടിൽ നിന്ന് പിൻവലിയേണ്ടി വരുന്നു. ഇതിലെ എങ്ങനെയാണ് കേന്ദ്രം സമീപിച്ചിരിക്കുന്നത്? കേന്ദ്രം ഇപ്പോഴും ഇതിനെ കണക്കാക്കുന്നത് കേരളത്തിന് കൊടുക്കാനുള്ള ഔദാര്യമായിട്ടും സഹായമായിട്ടുമാണ്. എന്നാൽ കേരളം ആവശ്യപ്പെടുന്നത് ഔദാര്യമല്ല എന്നുള്ളത് സുപ്രീം കോടതിയിൽ പറയാൻ ഒരു അവസരം കൂടി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.